Oxford Academy. Tuition for SSLC 9th Standard. Regular and holiday batches. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. Oxford Academy. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെയാണ് നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കൊണ്ട് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഓരോ വിഷയത്തിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ അല്ലേ. ഓണപരീക്ഷ പോലെയല്ല, ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഒരുപാട് പഠിക്കാനുണ്ടല്ലടാ. പക്ഷെ മക്കളെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ട് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ പഠിക്കണമെന്ന് കൃത്യമായിട്ട് ഒക്കെ പറഞ്ഞിരുന്നായിരിക്കും. ഇതൊരു പ്രഡിക്ഷൻ ആയിട്ട് എന്റെ മക്കൾ കൂട്ടിക്കോളൂ. നമുക്കറിയാം പരീക്ഷന്റെ തലേന്ന് ഒരുപാട് ചാനലുകൾ, നമ്മളടക്കം പല ചാനലുകളും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ തരാറുണ്ട്. അത് ഓണപരീക്ഷയ്ക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. പരീക്ഷന്റെ തലേന്ന് നിങ്ങൾക്ക് പ്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് മക്കൾ അതിന്റെ പ്രശ്നം? മക്കൾക്ക് എല്ലാം കൂടി പഠിച്ചെടുക്കാൻ കഴിയില്ല. അറിയാമല്ലോ, പരീക്ഷന്റെ തലേന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയ പോലും അതിലുള്ള ചോദ്യങ്ങൾ, ഹിന്ദിയൊക്കെ ആണെങ്കിൽ ഹിന്ദിയിലൊക്കെ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ തന്നെ 4 മാർക്കിന്റെ ഒരു ഡയറി പഠിക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. അപ്പൊ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ പോലും അതൊക്കെ പഠിച്ചിട്ട് പരീക്ഷയിൽ നല്ല മാർക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. നമ്മൾ നേരത്തെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പോണത്. അപ്പൊ മക്കളെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിന്ദിയിലെ പ്രഡിക്ഷൻസ് ആണ് നടത്താൻ പോകുന്നത്. ഹിന്ദിയിലെ 4 മാർക്കിന് നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ മറ്റു മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ, 2 മാർക്കിന്റെയും 1 മാർക്കിന്റെ ഒക്കെ സ്കോർ ചെയ്യാൻ എന്തൊക്കെ മക്കൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വളരെ വിലപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. മക്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഹബീബിങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മക്കളെ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന എനിക്കറിയാം, എന്നാലും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. ഓക്കെ, എന്നാൽ മക്കളെ നമുക്ക് തുടങ്ങാം. ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ചാപ്റ്ററുകളെ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ശേഷം എടുത്തിട്ടുള്ളൂ. പക്ഷേ അത് മാത്രം പഠിച്ചാൽ പോരാ. ഫസ്റ്റത്തെ പോർഷനിൽ ചിലപ്പം ബീർബഹൂട്ടി എന്നും മയം കലം കെ ബഹാന എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ജസ്റ്റ് വായിച്ചിട്ടാൽ മതി. അതിൽ നിന്ന് അങ്ങനെ വലിയ നിങ്ങളെ ഇടങ്ങേറാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ചിലപ്പോൾ അതിൽ നിന്ന് വന്നില്ല എന്ന് വരും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ശേഷം എടുത്ത പോർഷൻസ് തന്നെയാണ് പഠിക്കേണ്ടത്. അത് മൊത്തം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ എടുത്ത് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതായാലും ഈ ചാപ്റ്ററുകളിൽ നിന്ന് ഓണപരീക്ഷയ്ക്ക് ശേഷം എടുത്തിട്ടുള്ള പോർഷൻസിൽ നിന്നും എന്തെല്ലാം മക്കൾ നിർബന്ധമായിട്ട് 4 മാർക്കിന് പഠിക്കണമെന്ന് ആദ്യം തന്നെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. മക്കളെ ഇവിടെ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി തന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തോ, ഇത് പഠിച്ചോ. പിന്നെ ഇതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതിന്റെ എല്ലാ നോട്ട്സുകൾ നമ്മുടെ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC ക്രിസ്മസ് എക്സാം 2024-25 എന്നൊരു പ്ലേലിസ്റ്റ് കാണാം ഹിന്ദിയുടെ. ഓക്കെ, ആ പ്ലേലിസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ കാണാം. തമ്പനയിൽ നോക്കിയിട്ട് ആ വീഡിയോകൾ കാണുക, എന്നിട്ട് അത് പഠിക്കുക. ഓക്കെ, എഴുതി പഠിക്കുക. ഹിന്ദിയൊക്കെ ആകുമ്പോൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മൊത്തമായിട്ട് പഠിച്ചില്ലെങ്കിലും ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 8 സെന്റൻസ് എങ്കിലും മക്കൾ പഠിക്കുക. ചിലതൊക്കെ കുറച്ച് വലുതൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അത്ര ഒന്നും പഠിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പഠിച്ചാൽ ഒരു 8 സെന്റൻസ് എങ്കിലും ഓരോന്നിന്റെ പഠിക്കുക. ഡയറി ആണെങ്കിലും ക്യാഡ് സ്കെച്ച് ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും ഒക്കെ. ഓക്കെ, പിന്നെ അതേപോലെ അതിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഒക്കെ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്, അതുകൂടി കീപ്പ് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ മക്കളെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് പോസ്റ്റർ ആണ്. നമുക്കൊരു 99% പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് പോസ്റ്റർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പോസ്റ്റർ വരാൻ സാധ്യതയുള്ള 3 പോസ്റ്ററുകളാണ് മക്കളെ നിങ്ങൾക്കായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പോണത്. അതിലൊന്ന് ഫൂൽ ദേഹി ത്യോഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് നമ്മുടെ മുകേഷ് നോട്ടിയാൽ ജി എഴുതിയിട്ടുള്ള ഒരു ബസന്ത് മേരെ ഗൗക്ക. ആ ബസന്ത് മേരെ ഗൗക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരാഖണ്ഡിലെ ഹിമാലയ അഞ്ചല്ലേ, അതായത് ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശത്ത് നടത്തപ്പെടുന്ന ഒരു വലിയൊരു ഉത്സവത്തെ കുറിച്ച് നമ്മുടെ ലേഖകനായിട്ടുള്ള മുകേഷ് നോട്ടിയാൽ ആ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ ഒരു ഉത്സവത്തിന്റെ പേരാണ് ഫൂൽ ദേഹി ത്യോഹാർ അല്ലെ. ഒരു പുഷ്പദേവതയെ വരവേൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഓണത്തെ പോലുള്ള ഒരു ഉത്സവമാണ് അല്ലെ. കുട്ടികളെല്ലാവരും പകൽ മുഴുവൻ എന്ത് ചെയ്യുന്നു, പൂക്കൾ പെറുക്കിയിട്ട് റിങ്കാൽ എന്ന പേരുള്ള ഒരു പ്രത്യേക കൊട്ടയിലൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓരോ വീടുകളുടെയും മുറ്റത്ത് അലങ്കരിക്കുന്നതും അതേപോലെ തന്നെ അവർക്ക് ദക്ഷിണയായിട്ട് ഓരോ വീട്ടുകാരും ഭക്ഷണം കൊടുക്കുന്നത്, പിന്നെ ആ ഭക്ഷണങ്ങളൊക്കെ ശേഖരിച്ചില്ല അരി ശർക്കരയൊക്കെ പലതും കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശേഖരിച്ചിട്ട് 21 ദിവസമാണ് ഈ ഉത്സവം ഉള്ളത്. 21ാമത്തെ ദിവസം ഇവർ കുട്ടികൾ എന്ത് ചെയ്യുന്നു, എല്ലാം കൂടി കൂട്ടി വെച്ചുകൊണ്ട് ചില സാമൂഹിക ഭോജനം സമൂഹ സദ്യ ഒരുക്കുന്നൊക്കെ ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ഉത്സവമാണ്. അപ്പൊ ആ ഉത്സവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ ഇപ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിക്കണം. നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ ഈ പോസ്റ്ററൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പോസ്റ്ററുകളും അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാം, പോസ്റ്റർ പഠിക്കാം. പിന്നെ അതേ ദിലത്തിന്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. അടുത്തായിട്ട് ഗേത്തി സംരക്ഷൺ, അതായത് നമുക്ക് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ക്ഷാമവും ക്ഷാമത്തിന് ശേഷവും അല്ലെ, നാഗാർജുന്റെ വളരെ സുന്ദരമായിട്ടുള്ള, അതായത് ഒരു ക്ഷാമകാലം വീട്ടിലെ ജീവിജന്തു അല്ലെ, അതായത് മനുഷ്യനല്ലാത്ത മറ്റുള്ള വസ്തുക്കൾക്കും മറ്റുള്ള ജീവജാലങ്ങളെയും എങ്ങനെ ഒരു ക്ഷാമം
ബാധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിത, 8 വരികളുടെ ഒരു കവിതയാണ് അകാൽ और उसके बाद. അതിലെ പഹലെ 4 പങ്ക്തിയാം, ആദ്യത്തെ 4 വരികളിൽ അകാൽ കെ ബാരേമേ, അതായത് നമ്മുടെ ക്ഷാമകാലത്തെ കുറിച്ചും അതുപോലെ തന്നെ ആഖിരി 4 പങ്ക്തിയാം, അവസാനത്തെ 4 വരികള് അകാൽ കെ ബാദ് കാ സമയ, അതായത് ക്ഷാമത്തിന് ശേഷമുള്ള വരികളുമാണ്, സംഭവങ്ങളുമാണ് നമ്മുടെ കവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കവിതയെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗേത്തി സംരക്ഷൺ, വയലുകൾ സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ പോസ്റ്റർ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടുപഠിക്കുക. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്കൂർ കാ കുവാം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പ്രേംചന്ദ് ജിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്, ഒരു കഹാനിയുണ്ട്. അതായത് ജോഗു ഗംഗി എന്ന് പറഞ്ഞ നിന്ന് ജാതി അല്ലെ, നീച്ച് ജാതി എന്നൊക്കെ പറയും, താഴ്ന്ന ജാതിയിൽപ്പെട്ട 2 സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളല്ല, ഒരു ഭാര്യയും ഭർത്താവുണ്ട്. ഇവര് ടാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പ്രമാണിയുണ്ട് അവരുടെ നാട്ടില്. അവരുടെ കിണറിൽ നിന്ന് നമ്മുടെ ഗംഗി സാഹസികമായി തന്റെ ഭർത്താവായ ജോഗുവിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ പോകുന്ന രസകരമായിട്ടുള്ള ഒരു കഥയാണ്, സാഹസികമായിട്ടുള്ള കഥയാണ്. അപ്പൊ ആ ഒരു സ്റ്റോറി പറയുന്നത് തന്നെ ജാതിപ്രഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമാജിക സമസ്യ, ഒരു സാമൂഹിക പ്രശ്നത്തെ കുറിച്ചാണ്. അപ്പോൾ ആ ജാതിപ്രഥ ഏക് അഭിശാപ് ഹേ, ജാതി വ്യവസ്ഥ ഒരു ശാപമാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 പോസ്റ്ററുകൾ മക്കൾ പഠിച്ചു വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മക്കൾക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് മക്കളെ പഠിക്കുക, ഇതൊക്കെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിലുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 100% 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ അകാൽ और उसके बाद എന്ന കവിതയുടെ ഒരു ആസ്വാദന ടിപ്പണി, അതായത് ആശയമൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ആസ്വാദന കുറിപ്പ്. അപ്പോൾ മക്കൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. ഇതിന്റെ വീഡിയോയുടെ തമ്പനെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തമ്പനെയിലുള്ള വീഡിയോ കണ്ടിട്ട് മക്കൾ അതൊന്ന് പഠിക്കുക, എഴുതിയിൽ തന്നെ പഠിക്കുക, മറന്നു പോകരുത് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് എൻ്റെ മക്കൾ പഠിക്കേണ്ടത് ഡയറിയാണ് മക്കളെ, ഡയറിയാണ്. സോ ഡയറി നിങ്ങൾക്ക് ആകെ 2-3 ആളുകളുടെ ഡയറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അതിൽ ഒന്ന് നമ്മുടെ സബ്സെ ബഡേ ഷോമേൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ, ചാർലി ചാപ്ലിന്റെ ഒരു ജീവചരിത്രക്കുറിപ്പ് അല്ലേ. 5 വയസ്സുകാരനായ ചാർലി തന്റെ അമ്മയുടെ പാട്ട് ഇടറിപ്പോയ സമയത്ത് സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര പെർഫോമൻസ് ഒക്കെ നടത്തി ആളുകളുടെ കയ്യടി വാങ്ങുന്നു. ആളുകളുടെ പണത്തിന്റെ കൂമ്പാരം ആളുകൾ എന്ത് ചെയ്യാണ്, സ്റ്റേജിലേക്ക് വാരി എറിയാണ് അല്ലെ. അങ്ങനെ 5-ാം വയസ്സിലൊരു വലിയൊരു കലാകാരനായിട്ട് ദുനിയാക്കെ സബ്സെ ബഡേ ഷോമേൻ അല്ലെ, വലിയൊരു കലാകാരനായിട്ട് നമ്മുടെ ചാർലി ചാപ്ലിൻ മാറുന്ന സംഭവമാണ് ആ ജീവനിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിലെ ചാർലി ചാപ്ലിൻ, അതല്ലെങ്കിൽ ചാർലി ചാപ്ലിന്റെ അമ്മയോ എഴുതുന്ന ഒരു ഡയറിക്ക് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ അത് പഠിച്ചു വെക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതല്ലെങ്കിൽ മക്കൾക്ക് ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞൊരു യാത്രാവൃത്തം, ഒരു യാത്രാവിവരണം പഠിക്കാനുണ്ട്. മോഹൻ രാജേഷ് ജി എഴുതിയിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു യാത്രാവിവരണമാണ്. ഇന്ത്യയുടെ സമുദ്രതീരങ്ങളിലൂടെ യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് മൂപ്പര്. പക്ഷേ എത്തപ്പെട്ടത് മധ്യപ്രദേശിലെ ഭോപ്പാൽ തടാകത്തിനടുത്താണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ടുള്ള അവിനാശാണ് ഈ പണി കൊടുത്തത്. എന്തായാലും ഭോപ്പാൽ തടാകത്തിലൂടെ മനോഹരമായ ഒരു തോണിയാത്ര അദ്ദേഹം നടത്തുന്നു. അവിനാശും അതേപോലെ തന്നെ അബ്ദുൽ ജബ്ബാർ എന്ന ഒരു വഞ്ചിക്കാരൻ, ഒരു വൃദ്ധനായ ബൂട്ടാ മല്ലാഹ് അല്ലെ, മല്ലാഹ് എന്ന് പറഞ്ഞാൽ തോണിക്കാരൻ അല്ലെ. അപ്പൊ ഒരു ബൂട്ടാ മല്ലാഹ്, ഒരു വൃദ്ധനായ തോണിക്കാരനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വൃദ്ധനായ തോണിക്കാരനായ അബ്ദുൽ ജബ്ബാർ മനോഹരമായിട്ട് ഗസലൊക്കെ പാടി അന്നത്തെ രാത്രി അതിസുന്ദരമാക്കി മാറ്റി. അപ്പൊ അന്നത്തെ ആ ഒരു രാത്രി നമ്മുടെ മോഹൻ രാജേഷ് അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു ഡയറിക്ക് മക്കളെ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് മക്കൾ പഠിക്കേണ്ടത് പത്ര, ലെറ്റർ ആണ്. ലെറ്ററിന്റെ കാര്യത്തിലും ഇതേ സംഭവം തന്നെ. മോഹൻ രാജേഷ് എഴുതുന്ന ഒരു കത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒന്നുകിൽ ഈ ഡയറി വരാം മോഹൻ രാജേഷിന്റെ, അല്ലെങ്കിൽ ലെറ്റർ വരാം, പത്രം വരാം. അപ്പൊ ഇത് 2 വന്നാലും സെയിം കണ്ടന്റ് ആണ്. നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ വീഡിയോ പഠിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് 2നും സെയിം കണ്ടന്റ് ആണ്. അപ്പം കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, സ്ട്രക്ചർ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ചാർലിയുടെ അമ്മയുടെ കത്തും നമുക്ക് ചാൻസ് ഉണ്ട്. അതായത് അന്നത്തെ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ചാർലിയുടെ അമ്മയായ ഹന്ന ചാപ്പിളിന് എഴുതുന്ന കത്ത്. അപ്പൊ നമുക്ക് ഇവിടെ ഡയറി പഠിച്ചിട്ടില്ല മക്കളെ, ആ ഡയറിയുടെ അതേ കണ്ടന്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കത്തിലും വേണ്ടത്. സ്ട്രക്ചർ മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തരികിട ഉടായ്പിലൂടെയുള്ള ഒരുപാട് ടെക്നിക്കൽ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടു പഠിച്ചാൽ മക്കൾക്ക് ഒരുപാട് സാധനങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പഠിച്ചാൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി മക്കളെ അടുത്ത ചരിത്ര ടിപ്പണിയാണ്. ചരിത്ര ടിപ്പണി എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ചാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 2 ആളുകളുടെ ക്യാരക്ടർ സ്കെച്ച് പഠിച്ചാൽ മതി. ഇതിനാണ് കൂടുതൽ ചാൻസ്. ക്യാരക്ടർ സ്കെച്ച് 100% വരുമെന്നും പറയാൻ പറ്റില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ ഈ 2-ൽ ഏതെങ്കിലും ഒരാളുടേതായിരിക്കും. ഒന്ന് നമ്മുടെ ടാക്കൂർ കാ കോയല ഗംഗി, നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണുക, പഠിക്കുക. മറ്റൊന്ന് നമ്മുടെ അബ്ദുൽ ജബ്ബാർ, ബൂട്ടാ മല്ലാഹ് ഉണ്ടല്ലോ, ദിശയിലെ ആ ഒരു വൃദ്ധനായ തോണിക്കാരൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. പിന്നെ അടുത്തത് ഒരു പട്കഥയാണ്. സാധാരണ പട്കഥ എന്തായാലും നമ്മുടെ പരീക്ഷയ്ക്ക് മസ്റ്റ് ആണ്. ആ പട്കഥ നമുക്ക് ഹാഫ് ഇയർലി എക്സാമിന് വരാൻ 99% ചാൻസ് ഉള്ളത് ടാക്കൂർ കാ കുവാമിലാണ്. ടാക്കൂർ കാ കുവാമിലെ ജോഗുവും ഗംഗിയും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിന്റെ ഭാഗത്താണ് നമ്മുടെ ഈ ഒരു പട്കഥ വരാനുള്ള കൂടുതലും സാധ്യതയുള്ളത്. അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി
അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രപ്പട്ട് അല്ലെങ്കിൽ ലഘുലേക്ക്, അതായത് ഒരു 4 മാർക്കിന്റെ ഒരു ചെറിയൊരു കുറിപ്പോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടോ എന്തെങ്കിലും എഴുതാനുണ്ടാവും. അത് വരാൻ സാധ്യത 3 എണ്ണമാണ്. ഈ 3 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഇത് ഉറപ്പായിട്ടും വരുമെന്നല്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിലൊന്ന് സബ്സെ ബഡേ ഷോമേൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ദുനിയാക്കെ സബ്സെ ബഡേ ഷോമേൻ ആയിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഷോമേൻ ആയിട്ട് നമ്മുടെ ചാർലി ചാപ്ലിൻ മാറിയില്ലേ, അപ്പോൾ ആ സംഭവത്തെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അത് പഠിക്കാം. രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫൂൽദേഹി ത്യോഹാർ ഉണ്ടല്ലോ, അതായത് ബസന്ത് മേരെ ഗൗക്കെ എന്ന ലേഖനത്തിലെ ഫൂൽദേഹി ത്യോഹാർ എന്ന ഉത്സവത്തെ കുറിച്ചൊരു ലേഖനം ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അത് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ റിപ്പോർട്ടായിരിക്കാം, എന്തായാലും അത് പഠിച്ചു വെക്കുക. ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ജാതി പ്രദായിക് അഭിശാപ് എന്ന് പറഞ്ഞ് ടാക്കൂർ ക കുവാമിലെ ആ ഒരു സംഭവമല്ലേ, ജാതി വ്യവസ്ഥ ഒരു ശാപമാണെന്നല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ലഘുലേഖയോ റിപ്പോർട്ടോ തയ്യാറാക്കാനുണ്ടാവും. അത് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്താൻ പറ്റും. ഇനി 4 മാർക്കിന്റെ മറ്റ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് സഹി മിലാൻ കരെ, അതായത് മാച്ച് ദ ഫോളോയിങ് വരും. അതിന് മക്കൾ പാഠഭാഗങ്ങൾ ഇപ്പൊ നമുക്ക് പഠിച്ച ഏതെങ്കിലും ഒക്കെ പാഠഭാഗം, ചിലപ്പോൾ ഇത് ബീർബഹൂട്ടിന്നോ അയം കലാം കെ ബഹാനെന്നും വരാം. എന്തായാലും പാഠഭാഗങ്ങളുടെ അർത്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് 4 മാർക്കിന്റെ സഹി മിലാൻ കരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ 4 മാർക്കിന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 6 സ്റ്റേറ്റ്മെന്റുകൾ, 6 പ്രസ്താവനകളോ 6 സെന്റൻസുകളോ തന്ന് അതിൽ നിന്ന് 4 ശരിയായ പ്രസ്താവനകൾ, 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖെ എന്ന് പറഞ്ഞിട്ട് 4 ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനുണ്ടാവും. അപ്പോൾ അതും നമുക്ക് അർത്ഥം അറിയുന്ന ഒരു കുട്ടിക്ക്, പാഠഭാഗം അർത്ഥമൊക്കെ വായിച്ച് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ മക്കൾ ഈ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് പുറമേ മക്കൾ ചെയ്യേണ്ടത് എല്ലാ പാഠത്തിന്റെയും അർത്ഥങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ 2 മാർക്കിന് വാക്യ പിരമിഡ് വരും. അതും മക്കൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്, അതിനൊന്നും ആവശ്യമില്ല. മക്കൾ എന്ത് ചെയ്താൽ വെച്ചാൽ പാഠഭാഗത്തിന് അർത്ഥം മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് വാക്യ പിരമിഡ് മക്കൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളുടെ ഓപ്ഷൻസ് നമ്മുടെ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ കവിയുടെ പേര്, എല്ലാ കവിയുടെ അല്ല എഴുത്തുകാരുടെ പേരുകൾ പഠിച്ചു വെക്കണം, അത് വെച്ചിട്ട് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ നമ്മുടെ അർത്ഥങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു വാക്കിന്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടൂട്ടാപ്പയിൽ പഠിച്ചിട്ടുണ്ട് ലോഹാലേന, സാമ്ന കർണ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അല്ലേ. അപ്പം അവിടെ സിദ് കർണ, ഹട്ട് കർണ, ഇങ്ങനെയുള്ള സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്താനുണ്ടാവാം. അതേപോലെ ഇപ്പോൾ വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ പ്രശംസ കർണ, താരിഫ് കർണ, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അത് 1 മാർക്കിന് ചോദിക്കാം. പിന്നെ അതേപോലെ നമ്മുടെ സർവനാമവും പരസർഗം, അതായത് മേം പ്ലസ് ക, മേര, മേം പ്ലസ് കോ, മുജെ, ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടല്ലോ, വഹ് പ്ലസ് ക, ഉസ്ക, ഇതിനൊക്കെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 1 മാർക്ക് അങ്ങനെ കിട്ടും. പിന്നെ വിശേഷണം ചോദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കാല കൗവ, അതിൽ ഫസ്റ്റ് വാക്ക്, അതായത് കാല എന്നുള്ള വാക്കാണ് അതിന് വിശേഷണം. അല്ലെങ്കിൽ കാനി കുത്തിയ, അപ്പൊ അതിൽ കാനിയാണ് അതിലെ വിശേഷണം. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ചോദിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സിമ്പിൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഹിന്ദിയിൽ വരുള്ളൂ. അപ്പൊ മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ നമ്മുടെ ഹിന്ദി പരീക്ഷയിൽ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ പ്രഡിക്ഷൻ ഒന്നും വേണ്ടി കാത്തിക്കണ്ട. പ്രഡിക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചോളൂ, പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങൾ തയ്യാറായി ഒരുങ്ങി നിൽക്കുക. എന്നിട്ട് പ്രഡിക്ഷനിൽ നമ്മൾ വേറെ ഏതെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതുകൂടി പഠിച്ചു വെക്കുക. എന്തായാലും ഇതെല്ലാം നിങ്ങൾക്ക് തലേ ദിവസം ഒറ്റയടിക്ക് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് വേണം നിങ്ങൾ പ്രഡിക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ. അപ്പം മക്കളെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ മറക്കണ്ട, ഇംഗ്ലീഷും സോഷ്യലൊക്കെ ആയിട്ട് നമ്മളോട് തന്നെ വരുന്നതായിരിക്കും.